രാത്രി ഉറങ്ങാൻ കിടന്നാലും ഉറക്കം കിട്ടാത്ത അവസ്ഥ. ബെഡിൽ കിടന്ന് സീലിംഗിലേക്ക് നോക്കി നാളെ ആ ബില്ല് എങ്ങനെ അടയ്ക്കും, ഈ കടം എന്നാണെന്ന് തീരുക, ഇങ്ങനെ ആലോചിച്ച് ഉറക്കം നഷ്ടപ്പെട്ട എത്ര ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇഫ് യു നോട്ടഡ് എസ് then stop scrolling, because today we are not just talking about money, we are talking about your peace of mind. നമ്മുടെ ലൈഫിലെ എല്ലാ ഡിസിഷൻസും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വരെ പണമില്ലാത്തതിൻ്റെ പേരിൽ വേണ്ടെന്ന് വെക്കേണ്ട അവസ്ഥ. ഇറ്റ്സ് പെയിൻഫുൾ, റൈറ്റ്? ബട്ട് ഇമാജിൻ എ ലൈഫ് where you control the money instead of money controlling you. Hello everyone, I'm Bhavya Neeraj and welcome to the Delight of Wisdom. In today's episode, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫൈനാൻഷ്യൽ സക്സസിനെ കുറിച്ച് മാത്രമല്ല, ഫൈനാൻഷ്യൽ കാമിനെ കുറിച്ച് കൂടിയാണ്. Let's learn about the 3 F's that will change your life. ഞാൻ മുന്നേ മെൻഷൻ ചെയ്ത ആ സീരിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിനെല്ലാം നല്ല കിടു സൊല്യൂഷൻസ് ഉണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത്. By understanding the importance of financial literacy and mastering financial discipline, you can ultimately achieve financial independence. റെഡി ആണോ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ജേർണി ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ? ലെറ്റ്സ് ഡൈവ് ഇൻ. ആദ്യം നമുക്ക് മൂന്നാമത്തെ എഫിൽ നിന്ന് തുടങ്ങാം. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, സാമ്പത്തിക സ്വാതന്ത്ര്യം. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ ആവശ്യമായ പണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് ചെയ്തു തന്നെ കിട്ടുന്ന സ്വപ്ന തുല്യമായ ലൈഫ്, നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള മണി, നിങ്ങളുടെ അസറ്റ്സ്, അത് നിങ്ങളുടെ പ്രോപ്പർട്ടി ആവാം, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവാം, നിങ്ങളുടെ കൈവശമുള്ള ഗോൾഡ്, FD, ഇതൊക്കെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. സോ ഇവിടുത്തെ കോർ ഐഡിയ എന്തെന്ന് വെച്ചാൽ കൺട്രോളാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തീരുമാനം. പണം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന് പകരം നിങ്ങളുടെ ടൈം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇഷ്ടമുള്ളപ്പോൾ എണീക്കാം, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ട്രാവൽ ചെയ്യാം, ഹോബീസ് ഫോളോ ചെയ്യാം. അങ്ങനെ നിങ്ങൾ പണത്തിന് വേണ്ടി ഓടേണ്ടി വരാത്ത, നിങ്ങളുടെ പണം നിങ്ങളെ നോക്കുന്ന സ്വപ്ന തുല്യമായ ലൈഫ്. ആഹാ, എത്ര നല്ല നടക്കാത്ത സ്വപ്നം. ആര് പറഞ്ഞു നടക്കില്ലെന്ന്? ഇറ്റ്സ് പോസിബിൾ. എങ്ങനെയാണെന്നല്ലേ? നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങളൊരു മരം നടുകയാണ്. അത് വളർന്ന് സ്ട്രോങ് ആൻഡ് ബിഗ് മരമായിട്ട് നിങ്ങൾക്ക് ഫ്രൂട്ട് തരും. ആ ഫ്രൂട്ടാണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഇനി ഈ മരത്തിന് സ്ട്രോങ് ആയിട്ട് വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കണം, ലൈക്ക് സൺലൈറ്റ്, വാട്ടർ ഒക്കെ. അതാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി. അതുപോലൊരു ബിഗ് സ്റ്റോം വന്നാൽ ഈ ട്രീ ഷേക്ക് ആവാതെ നിൽക്കണമെങ്കിൽ അതിന് നല്ല കിടു റൂട്ട്സ് വേണം. അതാണ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ. ഐ ഹോപ്പ് ഈ 3 എഫുകൾ തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ ഈ എക്സാമ്പിൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ എഫ്, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, എന്താണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ടെക്നിക്കൽ സൈഡിന് മുന്നേ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് പറയാം ഞാൻ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫൈനാൻസ് റിലേറ്റഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണെന്തിനാണ് സൈക്കോളജി ഒക്കെ പറഞ്ഞ് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതെന്ന്. No, I'm not confusing you. My intention is to bring more clarity. പിന്നെ ഇതിൻ്റെ ഇമോഷണൽ സൈഡ് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മണി റിലേറ്റഡ് ഇഷ്യൂസ് നിങ്ങളുടെ വാലറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. ഇറ്റ് ലിവ്സ് ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ ഫൈനാൻസസ് മെസ്ഡപ്പ് ആവുമ്പോൾ യുവർ മൈൻഡ് സഫേഴ്സ് ഫസ്റ്റ്. ഇതൊരു അണ്ടർസ്റ്റേറ്റഡ് ട്രൂത്ത് ആണ്. യു ലൂസ് യുവർ മെൻ്റൽ പീസ്. സ്ലീപ്ലെസ് നൈറ്റ്സ്, ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി, ഡിപ്രഷൻ, ഷെയിം, ആങ്കർ, ഇതൊക്കെ ഇതിൻ്റെ ഇമോഷണൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. How will I survive? How will I provide for my family? ഈ ക്വസ്റ്റ്യൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് മനസ്സിൽ ഇങ്ങനെ കിടക്കും. മനസമാധാനം നശിക്കും. ബിക്കോസ് ഇതൊരു വിഷ്യസ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യും. ഉറക്കമില്ലായ്മ, ക്രോണിക് സ്ട്രെസ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ പോലുള്ള നെഗറ്റീവ് ഹോർമോൺസ് ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. ഹെഡേക്ക്, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഹോർമോൺ ഇംബാലൻസസ്, ഹൈ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഡിസിഷൻ മേക്കിംഗ്, സോഷ്യൽ ലൈഫ്, ഇതിൻ്റെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ കുട്ടിച്ചോറാവും. നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ സിഗ്നിഫിക്കൻ്റ്ലി നെഗറ്റീവായിട്ട് മണി റിലേറ്റഡ് സ്ട്രെസ് ഇമ്പാക്റ്റ് ചെയ്യും. Only when you understand how it erodes the quality of your life, you can create a better plan to manage it. ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റാഷണലായിട്ട് ഇതിനെ ഡീൽ ചെയ്യണമെങ്കിൽ എന്താണ് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ ടൈമിൽ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ഒരു ഫൈനാൻഷ്യൽ ത്രെറ്റിനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. when your finances crumble, നിങ്ങളുടെ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഷാറ്റേഡ് ആവും. ആൻഡ് ഫ്രണ്ട്സ്, യു നോ വാട്ട്, അവർ ബ്രെയിൻ ഹേറ്റ്സ് ഇൻസെക്യൂരിറ്റി ആൻഡ് അൺസർട്ടനിറ്റി. ഞാൻ എങ്ങനെ നെക്സ്റ്റ് മന്ത് കുട്ടികളുടെ ഫീസ് അടയ്ക്കും? റെൻറ്റ് എങ്ങനെ കൊടുക്കും? ഒരു ഹെൽത്ത് എമർജൻസി വന്നാൽ എന്ത് ചെയ്യും? Questions like this hum deep inside your heart and it will destroy your mental peace. That's why ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ we feel anxious. ഒരു ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യും? ചിലർ ഓടും, ചിലർ ആനയെ ഫൈറ്റ് ചെയ്യും, മറ്റു ചിലർ ഫ്രീസ് ആയി പോകും. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ, നമ്മുടെ ബ്രെയിനിന്റെ ഇവല്യൂഷൻ അറിയാൻ, allow me to take you back to the hunter gatherer era.
അന്ന് നമ്മുടെ ആൻസസ്റ്റേഴ്സിന് ഒരു പ്രെഡേറ്റർ ചേസ് ചെയ്യാൻ വരുമ്പോൾ എന്താണോ ഫീൽ ചെയ്തിരുന്നത്, അതാണ് ഇപ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു അൺപെയ്ഡ് EMI അല്ലെങ്കിൽ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ഫീൽ ചെയ്യുന്നത്. വാട്ട് ഐ എം ട്രൈങ് ടു കൺവേ ഈസ്, നിങ്ങളുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം എ പ്രെഡേറ്റർ ചേസിങ് യു ആൻഡ് ആൻ അൺപെയ്ഡ് EMI രണ്ടും ത്രെറ്റാണ്. ബോത്ത് ആർ പെർസീവ്ഡ് ആസ് എക്സിസ്റ്റൻഷ്യൽ ഡേഞ്ചേഴ്സ് ടു യുവർ വെൽബീയിങ് ആൻഡ് സർവൈവൽ. ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ അമിഗ്ഡല, ദാറ്റ്സ് യുവർ ഇമോഷണൽ ബ്രെയിൻ, ട്രിഗർ ആവും. നിങ്ങളുടെ ലോജിക്കൽ ബ്രെയിൻ അഥവാ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഷട്ട് ഡൗൺ ചെയ്യും. അമിഗ്ഡല, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നൊക്കെ കേട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ട് രണ്ടും എന്താണെന്നൊന്ന് പറയാം. അമിഗ്ഡല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ചെറിയ ആൽമണ്ട് ഷേപ്പുള്ള പാർട്ടാണ്. ചെറുതാണെങ്കിലും ആളൊരു ഡ്രാമ ക്യൂനാണ്. ചെറിയ പ്രശ്നം വന്നാലും ആൾ വലിയ അലാം അടിക്കും. നമ്മുടെ ഇമോഷൻസിനെ, എസ്പെഷ്യലി ഫിയർ, ആങ്സൈറ്റി, അഗ്രഷൻ, ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് അമിഗ്ഡലയാണ്. അതൊരു അലാം പോലെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. വെൻ ഇറ്റ് ഡിറ്റക്ട്സ് എ പൊട്ടൻഷ്യൽ ത്രെറ്റ്, ലൈക്ക് ഐ സെഡ് എ ഫൈനാൻഷ്യൽ ത്രെറ്റ്, ഇറ്റ് ട്രിഗേഴ്സ് യുവർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ദാറ്റ്സ് വൈ ഈവൻ മണിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും സം പീപ്പിൾ ബിക്കം ആങ്ഷ്യസ്. അപ്പോൾ അമിഗ്ഡല മനസ്സിലായല്ലോ. ഓക്കെ, ഇനി പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് വാട്ട് അലൗസ് us to think rationally. അത് നമ്മുടെ ലോജിക്കൽ ബ്രെയിനാണ്. ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, പ്രോബ്ലം സോൾവിങ്, അതുപോലെ നമ്മുടെ ഇമ്പൾസസ്, സോഷ്യൽ ബിഹേവിയർ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ ഒരു സിഗ്നിഫിക്കൻറ്റ് ത്രെറ്റ് ആയിട്ടാണ് പെർസീവ് ചെയ്യുന്നത്. ആ ത്രെറ്റിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ അമിഗ്ഡല ട്രിഗർ ആവും, which leads to strong emotions and impulsive urges. ഈ ഉണ്ടാവുന്ന ഇമോഷണൽ നോയ്സും സ്ട്രെസ് ഹോർമോൺസും നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ ഓവർവെൽം ചെയ്യും. അത് ടെമ്പറലി ഷട്ട് ഡൗൺ ആവും, മേക്കിംഗ് ഇറ്റ് ഇൻക്രെഡിബിളി ഡിഫിക്കൽട്ട് ടു തിങ്ക് ക്ലിയർലി ആൻഡ് മേക്ക് സൗണ്ട് ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. ഇതുകൊണ്ടാണ് എക്സ്ട്രീം ഫൈനാൻഷ്യൽ സ്ട്രെസ് ലൈക്ക് 2008 ഡിപ്രഷൻ്റെയും കോവിഡിൻ്റെയും ഒക്കെ ടൈമിൽ ഒത്തിരി ആളുകൾക്ക് പണം നഷ്ടമായത്. ഇതുകൊണ്ടാണ് മണി റിലേറ്റഡ് സ്ട്രെസ് ഒത്തിരി ആൾക്കാരുടെ ലൈഫ് റൂയിൻ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മാറ്റർ ചെയ്യുന്നത്. So what exactly is financial discipline? Financial discipline is about knowing where your money goes and telling it where to go instead of wondering where it went. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ രൂപയും സേവ് ചെയ്യണമെന്നല്ല. ഇറ്റ്സ് അബൌട്ട് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ നമ്പേഴ്സ്. സോ നിങ്ങൾ ലൈഫിൽ ഫൈനാൻഷ്യലി ഏത് പോയിന്റിലാണോ ഇപ്പോൾ, ഫേസ് ദ നമ്പേഴ്സ്, റൈറ്റ് ഇറ്റ് ഡൗൺ. റൈറ്റിംഗ് ക്ലിയേഴ്സ് അപ്പ് മെന്റൽ ക്ലട്ടർ ആൻഡ് ഗിവ്സ് യു ക്ലാരിറ്റി. ലുക്ക് അറ്റ് യുവർ നമ്പേഴ്സ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ വെൻ ഫേസ്ഡ് വിത്ത് ബിൽസ്, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് ഓർ ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഇറ്റ് ഫീൽസ് ലൈക്ക് എ സ്റ്റോം. ദ ബെസ്റ്റ് വേ ടു കാം ദ സ്റ്റോം ഈസ് ടു ഗിവ് ക്ലാരിറ്റി ആൻഡ് ബിക്കം ഫൈനാൻഷ്യലി ഡിസിപ്ലിൻഡ്. സോ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് അബൌട്ട് നോയിങ് യുവർ നമ്പേഴ്സ്. എത്രയാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നത്, എത്രയാണ് നിങ്ങളുടെ എക്സ്പെൻസസ്, അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ നീഡ്സ്, എന്താണ് വാണ്ട്സ്. ഈ ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രമേ സ്മാർട്ട് ചോയ്സസ് എടുക്കാൻ പറ്റൂ, പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റൂ. ലൈക്ക് സ്പെൻഡിങ് ഓൺ നീഡ്സ് ഫസ്റ്റ്, ദെൻ വാണ്ട്സ്, ആൻഡ് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ധാരണ ആദ്യം വേണം. അതുകൊണ്ട് ഓണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീക്ക്ലി ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഒന്ന് എഴുതി നോക്ക്. എത്രയായിരുന്നു നിങ്ങളുടെ കയ്യിൽ വന്നത്, എത്രയാണ് ചിലവായത്, എന്തായിരുന്നു നിങ്ങളുടെ നീഡ്സ്, എന്തായിരുന്നു വാണ്ട്സ്. നീഡ്സിന് വേണ്ടി എത്ര ചിലവാക്കി, വാണ്ട്സിന് വേണ്ടി എത്ര, അൺനെസസറി ആയിട്ട് സ്പെൻഡ് ചെയ്തത് എത്ര. നമ്മുടെ ബ്രെയിൻ വളരെ സ്മാർട്ടാണ്. വെൻ ഇറ്റ് സ്റ്റാർട്ട് സീയിങ് നമ്പേഴ്സ്, ഇറ്റ് ഷിഫ്റ്റ്സ് ഫ്രം പാനിക് ടു പോസിബിലിറ്റി. ഇങ്ങനെ ചെയ്യുന്നത് വഴി പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് കൺട്രോൾ റീഗെയിൻ ചെയ്യും, അമിഗ്ഡല കാം ആവും. നിങ്ങളുടെ മണി വൈസ് ആയിട്ട് മാനേജ് ചെയ്യാനും ഫൈനാൻഷ്യൽ സക്സസ് അച്ചീവ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഗ്രാജുവലി ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒരു ഹാബിറ്റ് ആവും. ടഫ് ടൈംസിൽ പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. സോ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് ഫണ്ടമെൻ്റലി അബൌട്ട് ക്ലാരിറ്റി, എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ ഫൈനാൻഷ്യൽ റിയാലിറ്റി. അപ്പോൾ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്താണെന്നും നമ്മുടെ ഫൈനാൻഷ്യൽ സ്ട്രെസ്സിൻ്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്നും ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയില്ലേ? Now you understand why it's so important, right? ഇനിയുള്ള ചോദ്യം എങ്ങനെ ഇത് മാസ്റ്റർ ചെയ്യാമെന്നാണ്. In the next episode, we will move from why to how. I will share a powerful, practical and proven strategy to manage your money, master financial discipline and start your journey towards wealth creation. To make sure you don't miss that crucial next step, hit the subscribe button and bell icon right now. Thanks so much for watching and I will see you in the next episode.